ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ സ്കൂൾ തുറപ്പൊക്കെ ആയില്ലേ. അപ്പോൾ കുറച്ച് പിള്ളേർക്ക് നമ്മുടെ അമ്പലത്തിൻ്റെ വക ബാഗും ബുക്കുകളും സ്കൂളിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കുറേ നാളുകൊണ്ടുള്ള ആഗ്രഹങ്ങളാണ് ഇതൊക്കെ, പക്ഷെ ഇപ്പോഴിതെല്ലാം സാധിച്ചതെന്ന് മാത്രം. അപ്പോൾ ഇന്ന് അതിൻ്റെ പർച്ചേസിങ്ങിനൊക്കെ പോയേക്കായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ വൈകിട്ടായി. പിന്നെ പർച്ചേസിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല തിരക്കായിരുന്നു ഓരോ കടകളിലൊക്കെ. പിന്നെ വന്ന് നമ്മളിതൊക്കെ പാക്ക് ചെയ്തിട്ട് ഇനി അകത്തേക്ക് കയറ്റാമെന്ന് വിചാരിച്ചിട്ട് ഒരു പായ വിരിച്ച് എല്ലാവരും ഫ്രണ്ടിൽ തന്നെ അങ്ങോട്ട് ഇട്ടു. പാക്കിങ് ചെയ്തിട്ട് എല്ലാവരും അടക്കി ഒതുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുക. ആദ്യം ചേട്ടനും ഉണ്ടായിരുന്നു കൂടാനായിട്ട്. പിന്നെ ചേട്ടൻ പോയി. അപ്പോഴത്തേക്ക് അഞ്ചുവിനെയും പിടിച്ചിരുത്തി ഞങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് അമ്പലമൊക്കെ തുറന്നു. പക്ഷേ ഞങ്ങൾ മാറിയില്ല കേട്ടോ. കാരണം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം എടുത്തിട്ട് പോകേണ്ടി വരും. അപ്പോൾ അവിടെ ഇരുന്ന് അങ്ങോട്ട് പാക്ക് ചെയ്തിട്ട് മാറാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത്ര എളുപ്പം പരിപാടിയൊന്നുമല്ലേ പാക്കിങ്. ഓരോ പിള്ളേരുടെ ക്ലാസ് അനുസരിച്ച് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഓരോ ബാഗുകളിലൊക്കെ ആക്കി വെച്ച് 2-3 പ്രാവശ്യം അതൊക്കെ റീചെക്ക് ചെയ്തിട്ടൊക്കെയാണ് നമ്മളത് എടുത്ത് വെച്ചത്. ഈ ഞായറാഴ്ച ആയിട്ടാണ് നമ്മൾ ഈ ബുക്കുകളൊക്കെ പിള്ളേർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചേക്കണത്. ഒത്തിരി പിള്ളേർക്കൊന്നുമല്ല, ഒരു 25 പിള്ളേരെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ മേടിച്ച് വന്നപ്പോൾ 30 കുട്ടികൾക്കായി. ഇപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഞായറാഴ്ച കൊടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ.